ഹലോ ഗായ്സ്. അപ്പോൾ അഖിലിൻ്റെയും അഖിലയുടെയും വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതല്ല കേട്ടോ. ഇത് ഇന്ന് ശരിക്കും എനിക്ക് മനസ്സിൽ തട്ടിയ നല്ല അടിപൊളിയായൊരു ദിവസമാണ്. അതിന് കാരണമുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും. കാരണം ഇത്രയും കാലത്തിന് ശേഷം, കാലം മീൻസ് എനിക്ക് ഞാൻ വീൽ ചെയറിലായതിന് ശേഷം ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത ഒരു ദിവസം വേറെ ഉണ്ടാവില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ബിബിനേട്ടനാണ് കേട്ടോ. എൻ്റെ ചങ്കായ ബിബിനേട്ടനാണ്. മൂപ്പരാണ് ഇന്ന് ഞങ്ങളത് അവിടെ ബീച്ചിൽ കൊണ്ടുപോയി എന്നെ ഇവിടെ ഇറക്കി. എനിക്ക് ഇവിടേക്ക് ഇറങ്ങാനുള്ളൊരു ഭാഗ്യം ഇതുവരെ ഉണ്ടായില്ല. പക്ഷെ മുഴുവൻ ക്രെഡിറ്റും ബിബിനേട്ടന് കൊടുക്കുമ്പോഴും എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ബിബിനേട്ടനെ ഇവിടെ എത്തിക്കാൻ കാരണം ഇവിടെ നിൽക്കുന്ന ഇവളാണ് കേട്ടോ. ഇവളുടെ സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ബിബിനേട്ടനെ എന്നെ ഇപ്പോൾ അവിടെ എത്തിക്കാൻ കാരണം. ഇവളില്ലെങ്കിൽ ഞാൻ ബിബിനേട്ടൻ വിചാരിച്ചാൽ പോലും ഇവിടെ എത്തലുണ്ടാവില്ല. കാരണം അത്രയ്ക്കും കട്ടയ്ക്കാണ് അവളിൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എൻജോയ് ചെയ്യാനും. എനിക്ക് എത്രയോ കാലത്തൊരു ആഗ്രഹമായിരുന്നു ബീച്ചിലേക്ക് കടലിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്ന്. എനിക്ക് ഇതുവരെ പറ്റിയില്ല. പക്ഷേ ഇതിനുള്ളൊരു സൗകര്യം കോഴിക്കോട് ബീച്ചിലാണ് കേട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ പൂനെയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ കോഴിക്കോട് ആണെങ്കിലും ഇങ്ങനെ പോകാനും വീൽ ചെയറുകാർക്ക് പോകാനുള്ള ഒരു സൗകര്യമൊന്നുമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ ബീച്ചിൽ വീൽ ചെയറിന് ഇറങ്ങാനും കയറാനും ഒക്കെ നല്ല അടിപൊളി സൗകര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഇത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ ജോലി ഭാരവും എല്ലാം മാറ്റി വെച്ചിട്ട് ഫാമിലീൻ്റെ കൂടെ ഇവിടെ വന്ന് ഇരുന്നാൽ നമുക്കുള്ളിൽ എത്ര സങ്കടമാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും അത് മറന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും. അതങ്ങനെയാണ് ബീച്ചിൻ്റെ ഒരു പ്രകൃതി. അങ്ങനെ തന്നെ ഇവിടെ വന്നിരുന്ന ഇവിടുത്തെ ഈ കാറ്റും നമ്മുടെ അന്തരീക്ഷവും ഒക്കെ നമ്മളെ ആകെ ചേഞ്ചാക്കും. നമുക്ക് എത്ര സങ്കടമാണെങ്കിലും എത്ര ദുഃഖമാണെങ്കിലും നമുക്ക് ഈ കടലിൻ്റെ കൂടെ അതങ്ങ് ഒലിച്ചു പോകും. ഞാൻ ഇത് ചുമ്മാ പറയുന്ന വെറുതെ ഒരു ഡയലോഗ് ഇളക്കല്ല. എനിക്കുള്ള അനുഭവമാണ്. നിങ്ങളും അനുഭവിച്ചവരായിരിക്കും, ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നവരായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. ആരാണെങ്കിലും ഒരു ദിവസമെങ്കിലും മാസത്തിലോ എപ്പോഴാണെങ്കിലും കണ്ടെത്തിയിട്ട് ഇവിടെ വന്ന് ഇരുന്ന് മാക്സിമം എൻജോയ് ചെയ്യണം. ഇപ്പോൾ കോഴിക്കോട് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഈ ബീച്ചിലുണ്ടായ വികസനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടില്ല, വീൽ ചെയറിന് പോകാൻ വേണ്ടി വീൽ ചെയറിനായിട്ട് സെപ്പറേറ്റ് ഒരു സൗകര്യം വരെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒറ്റ നെഗറ്റീവ് എന്ന് പറയാനുള്ളത്, എനിക്ക് ഇന്നലെ ഇവിടെ വീൽ ചെയറിനായിട്ടുള്ള ബാത്റൂം സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തോ ബ്ലോക്കായി കിടക്കുക എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. ആ ഒരു കുറവേ പറ്റിയുള്ളൂ. പക്ഷേ ബാക്കി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ എനിക്കിവിടെ വന്നപ്പം പറ്റി. ആ ഒരു നെഗറ്റീവ് ഒഴിച്ച് ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ലീവിന് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്.